ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആണ്. അതായത് ഒരു സെന്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള വീഡിയോ ആണ്. മാത്രമല്ല, ഇങ്ങനെ ഒരു വീഡിയോ മറ്റാരും ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അതായത് നമ്മൾ ഓരോരോ സബ്ജക്റ്റിന്റെ കൂടെയും എത്തരത്തിലുള്ള ഓക്സിലറി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് കേട്ടോ. ചിലർക്ക് സബ്ജക്റ്റ് എന്താണെന്ന് പോലും അറിയാത്തവരുണ്ടാകും. അപ്പൊ സബ്ജക്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓരോരോ സബ്ജക്റ്റിന്റെ കൂടെയും അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഓരോരോ ഓക്സിലറി വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അപ്പൊ എത്തരത്തിലുള്ള സബ്ജക്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഓക്സിലറി യൂസ് ചെയ്യേണ്ടത്, എങ്ങനെ ഒരു സെന്റൻസ് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ ഈ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മാത്രമല്ല, ഇതുപോലെ ഇംഗ്ലീഷ് പഠിക്കാനും സെന്റൻസുകൾ ഉണ്ടാക്കാനും ഒക്കെ താല്പര്യമുള്ള ആളുകളിലേക്ക് നിങ്ങളൊന്ന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമ്മൾ ഐ എന്ന സബ്ജക്റ്റ് എടുക്കാം. ഈ ഐ എന്ന സബ്ജക്റ്റ് യൂസ് ചെയ്യുന്നത് ഒരു സിംഗുലർ സബ്ജക്റ്റ് ആയിട്ടാണ്. പക്ഷെ ചില ഓക്സിലറി അതിന്റെ കൂടെ നമ്മൾ പ്ലൂറലിന്റെയും ആഡ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ ഐ എന്നുള്ള സബ്ജക്റ്റ് ഞാൻ എന്ന ഒരു വ്യക്തിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പൊ ഈ ഐന്റെ കൂടെ നമ്മൾ ഏതൊക്കെ ഓക്സിലറി യൂസ് ചെയ്യാറുണ്ട്, ഫസ്റ്റ് നമുക്കത് നോക്കാം. ഐയുടെ കൂടെ യൂസ് ചെയ്യുന്ന ഓക്സിലറിയാണ് ആം എന്നുള്ളത്. അതായത് ഞാനാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഐ ആം എന്നുള്ളത്. ഐ എം റെഡി, ഐ എം ടയേർഡ് അല്ലേ, ഐ ആം എ ബിസി, ഐ എം എ ബിസി അല്ലേ. അങ്ങനെ പല കാര്യങ്ങളും ഞാനാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിന്റെ കൂടെ ഒരു വെർബും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ വെർബ് എന്തായിരിക്കണം, ING ഫോമിലായിരിക്കണം. നമ്മളെപ്പോഴും പറയാറുള്ളതാണ്, ഈസാറാം വരുന്ന സമയത്ത് വെർബ് ING ഫോമിലായിരിക്കണം എന്നുള്ളത്. ഐ ആം ഗോയിങ്, ഐ ആം റീഡിങ്, ഐ ആം റൈറ്റിംഗ്, ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഐയുടെ കൂടെ യൂസ് ചെയ്യുന്ന ആമിനെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് പ്രസന്റിൽ ഇപ്പം ചെയ്യുന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആമി യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി കഴിഞ്ഞു പോയ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഐയുടെ കൂടെ യൂസ് ചെയ്യുന്നതാണ് വാസ് എന്നുള്ളത് അല്ലേ. ഞാൻ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ആം ആണെങ്കിൽ, ഞാൻ ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്താ യൂസ് ചെയ്യാം, വാസ് യൂസ് ചെയ്യും. അപ്പോൾ ഐ വാസ്, അപ്പൊ ഐയുടെ കൂടെ യൂസ് ചെയ്യുന്ന മറ്റൊരു ഓക്സിലറി ആണ് ഐ വാസ് എന്നുള്ളത്. ഞാൻ ആയിരുന്നു, ഞാൻ ഡോക്ടർ ആയിരുന്നു, ഐ വാസ് എ ഡോക്ടർ. ഞാൻ ബിസി ആയിരുന്നു, ഐ വാസ് എ ബിസി. ഞാൻ ടയേർഡ് ആയിരുന്നു, ഐ വാസ് ടയേർഡ്. ഞാൻ റെഡി ആയിരുന്നു, ഐ വാസ് റെഡി. അപ്പൊ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാസ് എന്ന് യൂസ് ചെയ്യുന്നത്. ഇനി ഐയുടെ കൂടെ യൂസ് ചെയ്യുന്ന മറ്റൊരു ഓക്സിലറിയാണ് ഡു എന്നുള്ളത്. ഡു നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഐ ഡു. ഈ ഡു നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ആണെങ്കിലും ഞാൻ പറഞ്ഞു ഐ എന്നുള്ള സബ്ജക്റ്റ് ഒരു സെപ്പറേറ്റ്, ഒരു പ്രത്യേക സബ്ജക്റ്റ് ആണ്. അതിന്റെ കൂടെ വാസ് യൂസ് ചെയ്യും, അതുപോലെ തന്നെ ആം യൂസ് ചെയ്യും. ആം വേറെ ഏതൊരു സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യാറില്ലല്ലോ, ഈ ഒരു ഐയുടെ കൂടെ മാത്രമാണ്. അപ്പൊ ഈ ഒരു സെപ്പറേറ്റ് സബ്ജക്റ്റ് ആണ് അല്ലെ. അപ്പോൾ അതുപോലെ വാസ് യൂസ് ചെയ്യും. വാസ് സിംഗുലറിന്റെ കൂടെ യൂസ് ചെയ്യുന്ന ഒരു ഓക്സിലറിയാണ്, പക്ഷെ നമ്മൾ ഐയുടെ കൂടെ യൂസ് ചെയ്യും. എന്നാൽ ഡു എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ യൂസ് ചെയ്യുന്ന ഒരു ഓക്സിലറിയാണ്, പക്ഷെ നമ്മൾ ഐയുടെ കൂടെ യൂസ് ചെയ്യുന്നു. അതാണ് ഐ എന്നുള്ള സബ്ജക്റ്റിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഐ ഡു അല്ലേ, ഐ ഡു നമ്മുടെ ശീലങ്ങളൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ പറയാറുള്ളതാണ് ഐ ഡു മൈ വർക്ക് ഡെയിലി. ഞാൻ എന്നും എൻ്റെ ജോലി ചെയ്യുന്നു. അതുപോലെ തന്നെ ഐ ഡു നോ ഹിം, എനിക്ക് അവനെ അറിയാം. ഇങ്ങനെ ഐന്റെ കൂടെ നമ്മൾ ഡു എന്ന ഓക്സിലറിയും യൂസ് ചെയ്യുന്നു. അപ്പോൾ ഐ ആം, ഐ വാസ്, ഐ ഡു. ഇനി നമ്മൾ ഐയുടെ കൂടെ യൂസ് ചെയ്യുന്നതാണ് ഹാവ് എന്നുള്ള ഓക്സിലറി. എന്തിനു വേണ്ടിയിട്ട് ഹാവ് യൂസ് ചെയ്യുക, ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടില്ലേ. അപ്പൊ ഈ ഹാവും നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്നറിയോ, പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെയാണ്. പക്ഷെ നമ്മൾ ഐയുടെ കൂടെ നമ്മൾ ഹാവേ യൂസ് ചെയ്യാറുള്ളൂ. ഐ ഹാവ്, എനിക്കുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഐ ഹാവ് എ പെൻ, എനിക്കൊരു പെണ്ണുണ്ട്. ഐ ഹാവ് എ ചൈൽഡ്, എനിക്കൊരു കുട്ടിയുണ്ട്. ഐ ഹാവ് എ ഹൗസ്, എനിക്കൊരു വീടുണ്ട്. ഐ ഹാവ് എ കാർ, എനിക്കൊരു കാറുണ്ട്. ഇങ്ങനെ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട്, എനിക്കുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ഹാവ് യൂസ് ചെയ്യും. അപ്പോൾ ഐയുടെ കൂടെ യൂസ് ചെയ്യുന്ന
ഓക്സിലറി മനസ്സിലായല്ലോ. അപ്പൊ ഈ ഓക്സിലറി മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓക്സിലറിക്ക് പറ്റിയ വെർബ് വേണം നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. അപ്പൊ ഐ ആം ആണെങ്കിൽ വെർബ് ING ഫോമിൽ വരും. അതേത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ കേട്ടോ. അപ്പം ഐ ആം റെഡി അല്ലെങ്കിൽ ഐ ആം ഹാപ്പി, ഐ ആം സാഡ് ഇങ്ങനെയൊക്കെ പറയുമ്പം അവിടെ ഒരു വെർബല്ല, അതൊരു അഡ്ജക്റ്റീവായിട്ട് നമ്മൾ യൂസ് ചെയ്യും. അവിടെ നമ്മൾ ING ഫോം ഒന്നും യൂസ് ചെയ്യാൻ ആവശ്യമില്ല. ഇനി നമ്മൾ എന്താ പറയാ അതിൻ്റെ കൂടെ വോസ് യൂസ് ചെയ്യുന്ന സമയത്തും ഇതുപോലെ തന്നെയാണ് ING ഫോമിൽ വെർബ് വരും. ഇനി ഐ വാസ് ടയേർഡ്, ഐ വാസ് ഹാപ്പി എന്നൊക്കെ പറയുകയാണെങ്കിൽ അവിടെ അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഐ ഡു അല്ലേ, അത് ഞാൻ ചെയ്യുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇന്നത് ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്തും നമ്മൾ ഐ ഡു. ഈ ചില സമയത്ത് ഈ ഡു ഒഴിവായിട്ട് നമ്മൾ ഐയും നേരെ നമ്മൾ വെർബിന്റെ V1 ഫോം യൂസ് ചെയ്യുക. ഐ സ്ലീപ്പ്, ഞാൻ ഉറങ്ങാറുണ്ട്. ഐ ഗോ, ഞാൻ പോകാറുണ്ട്. ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ വെർബിനകത്ത് നമ്മൾ ഡു ഒളിഞ്ഞു കിടക്കുകയും ചെയ്യും. അത് വേറൊരു സിറ്റുവേഷനിൽ. ഓക്കെ, ഐ ഹാവ് അല്ലേ, ഐ ഹാവ് വരുന്ന സമയത്ത് വെർബ് എന്തായി മാറും? V3 ഫോമിലാവും. ഐ ഹാവ് ഡൺ, ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി അത് വെർബ് വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞു എനിക്കുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഐ ഹാവ്, എനിക്ക് അതുണ്ട്. ഐ ഹാവ് എ കമ്പ്യൂട്ടർ, എനിക്കൊരു കമ്പ്യൂട്ടർ ഉണ്ട്, അങ്ങനെ ഒരു വസ്തു ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊതുവായിട്ട് ഐ ഹാവ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ഞാൻ ചായ കുടിച്ചിട്ടുണ്ട്. ഐ ഹാവ് ഡ്രങ്ക് ടീ, നമ്മളെ വെർബ് V3 ഫോമിലായിരിക്കണം. ഓക്കെ ആണല്ലോ. സിംഗുലർ സബ്ജക്റ്റ് ഏതൊക്കെയാണ്? സിംഗുലർ സബ്ജക്റ്റ് ഹേ, ഷീ, ഇറ്റ്, അതുപോലെ ഒരു നെയിം പറയുന്ന സമയത്ത് സിംഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നാണല്ലോ. ഹേ അവൻ, ഷേ അവൾ, ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തു. അതുപോലെ ഒരു നെയിമും വരികയാണെങ്കിൽ ഫസ്റ്റ് തന്നെ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഏതൊക്കെയാണെന്നറിയോ? ഈസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം ഹി ഈസ്, ഷി ഈസ്, ഇറ്റ് ഈസ്. അതുപോലെ ഒരു നെയിം ആണെങ്കിൽ രാമു ഈസ്, ഇങ്ങനെ പറയണം. ഇനി നമ്മൾ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ അത് നമ്മൾ ഐ ആം പറഞ്ഞതുപോലെ വെർബ് എപ്പോഴും ING ഫോമിലായി വരണം. ഇനിയിപ്പോ ടയേർഡ്, ഹാപ്പി, സാഡ്, അതുപോലെ റെഡി എന്നൊക്കെ പറയുന്ന ഒരു അഡ്ജക്റ്റീവ് ആണ് എന്നത് എങ്കിൽ നമുക്ക് എന്ത് പറയാം? അതങ്ങോട്ട് ഇപ്പം ഷി ഈസ് ടയേർഡ് എന്നൊക്കെ പറയാം കേട്ടോ. അതൊരു വെർബായി വരുന്ന സമയത്താണ് നമ്മൾ എന്ത് പറയാ? ING ഫോമിൽ യൂസ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ യൂസ് ചെയ്യുന്ന ഓക്സിലറി ആണ് ഡസ് എന്ന് പറയുന്നത്. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ യൂസ് ചെയ്യുന്നതാണ് ഡസ് എന്ന് പറയുന്നത്. ഇത് പൊതുവായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാനും നെഗറ്റീവ് പറയാനും വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. നമ്മുടെ ഒരു പതിവ് കാര്യമാണ് അവൾ പോകാറുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഡസ് ഷീ ഗോ എന്ന് വേണം പറയാനായിട്ട്. അല്ലെങ്കിൽ അവൾ പോകാറുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഷി ഗോസ് എന്ന് പറയാം. അപ്പൊ ആ ഡസ്സിനെ നമ്മളവിടെ എസ് ആക്കിയിട്ട് ആഡ് ചെയ്തു. അപ്പോൾ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ പിന്നെ വരുന്ന ഓക്സിലറി ഡസ് ആണ്. ഓക്കെ, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സെന്റൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യട്ടെ, നമ്മൾ പഠിച്ചതാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഇനി നമ്മൾ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ യൂസ് ചെയ്യുന്ന ഓക്സിലറി എന്ന് പറയുന്നത് വാസ് ആണ്. അതായത് ഇപ്പം ഐയുടെ കൂടെ യൂസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് വാസ് യൂസ് ചെയ്യും. അവളായിരുന്നു, അവനായിരുന്നു, അതായിരുന്നു, പിന്നെ മീരയായിരുന്നു, കഴിഞ്ഞ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വാസ് യൂസ് ചെയ്യാം. അപ്പോൾ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയും ഐയുടെ കൂടെയും നമ്മൾ യൂസ് ചെയ്യുന്നു വാസ്. അപ്പൊ ഈ വാസ് യൂസ് ചെയ്യുമ്പം ഫസ്റ്റിൽ പറഞ്ഞതുപോലെ തന്നെ വെർബ് ING ഫോമിലായിരിക്കണം. അതെല്ലാം നമ്മളൊരു നൗണ് യൂസ് ചെയ്യുകയാണെങ്കിൽ റെഡി, ഹാപ്പി അതുപോലെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതതുപോലെ തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, അവൾ ബിസി ആയിരുന്നു, ഷി വാസ് ബിസി, ഷി വാസ് ബിസി, അവൾ ബിസി ആയിരുന്നു, ഞാൻ വിളിച്ചപ്പോൾ അവൾ ബിസി ആയിരുന്നു. ഷി വാസ് ബിസി വെൻ ഐ കോൾഡ്, ഷി വാസ് ബിസി വെൻ ഐ കോൾഡ്, ഞാൻ വിളിച്ചപ്പോൾ അവൾ ബിസി ആയിരുന്നു. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ വാസ് യൂസ് ചെയ്യുക. ഇനി നമ്മൾ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ യൂസ് ചെയ്യുന്ന ഓക്സിലറി എന്ന് പറയുന്നത് ഹാസ് ആണ് കേട്ടോ. ഹാവ് അതിന്റെ സിംഗുലർ ആണ് ഹാസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹാവ് ആണ് നമ്മൾ ഐയുടെ കൂടെ എന്ന് പറഞ്ഞു. എന്നാൽ ഈ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഹാസ് യൂസ് ചെയ്യും. അവൾക്കുണ്ട്, അവനുണ്ട്, അതിനുണ്ട്, അനുവിനുണ്ട് എന്നൊക്കെ ഒരു നെയിം വെച്ചിട്ട് പറയുന്ന സമയത്ത് നമ്മൾ ഹാസ് യൂസ് ചെയ്യും.
അവൾ ചെയ്തിട്ടുണ്ട്, അവൾ പറഞ്ഞിട്ടുണ്ട്, അവൾ പോയിട്ടുണ്ട്, അവൾ കുടിച്ചിട്ടുണ്ട് എന്ന് പറയാറുണ്ടല്ലോ ഓൺ ദ സ്പോട്ടിൽ. ഫോർ എക്സാമ്പിൾ, അവൾ എഴുതിയിട്ടുണ്ട്. ഷി ഹാസ് റിട്ടൺ, അതായത് റൈറ്റിന്റെ V3 ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. ഷി ഹാസ് റിട്ടൺ, അവൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷി ഹാസ് എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പൊ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഈസ് യൂസ് ചെയ്യും, ഡസ് യൂസ് ചെയ്യും, അതുപോലെ വാസ് യൂസ് ചെയ്യും, ഹാസും യൂസ് ചെയ്യും. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ വേറെ ഓക്സിലറീസ് വരുന്നുണ്ട്, അത് ഞാൻ അവസാനം പറയാം. ഇനി നമ്മൾ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഏതൊക്കെ ഓക്സിലറി യൂസ് ചെയ്യാം എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആണ്. ഏതൊക്കെയാണ് പ്ലൂറൽ സബ്ജക്റ്റ്? അതിൽ ഐ ഉൾപ്പെടും. കാരണം ഐ ഹാവ് എന്ന് പറഞ്ഞു, അത് പ്ലൂറൽ സബ്ജക്റ്റ് അല്ല. പക്ഷെ നമ്മൾ ഐനെ ഒരു പ്ലൂറൽ ആയിട്ട്, ഇപ്പം യു ഒരു പ്ലൂറൽ സബ്ജക്റ്റ് അല്ലെങ്കിലും യുവിനെ നമ്മളൊരു പ്ലൂറൽ സബ്ജക്റ്റ് ആക്കി കണക്കാക്കാറുണ്ട്. അതുപോലെ യു, വി, ദേ കൂടുതൽ നെയിമുകൾ. ഇതാണ് പൊതുവായിട്ട് വരുന്ന പ്ലൂറൽ സബ്ജക്റ്റുകൾ. യു, വി, ദേ ഒന്നിൽ കൂടുതൽ നെയിമുകൾ. അതിൽ നമ്മൾ ഐനെ കൂട്ടുന്നു എന്ന് മാത്രം, ഹാവ് ഒക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട്. ഓക്കെ, അപ്പോ ഈ യു വരുന്ന സമയം യു ഇപ്പം നീ എന്ന് പറയാനും നിങ്ങൾ എന്ന് പറയാനും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് അതിന് പ്ലൂറലായിട്ട് കണക്കാക്കുന്നത്. യൂസ് ചെയ്യുന്നതാണ് ആർ എന്നുള്ളത്, അല്ലെ? ആം, ഈസ്, ആർ എന്നുള്ള കാറ്റഗറിയിലുള്ളതാണ് ഈ ആർ എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കുക കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് പറയുന്ന കാര്യത്തിന്റെ കൂടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആർ യൂസ് ചെയ്യുന്നത്. അപ്പം ഞങ്ങളാണ്, നിങ്ങളാണ്, അവരാണ്, രാജയും മീരയുമാണ് എന്നൊക്കെയുള്ള പ്ലൂറൽ സബ്ജക്റ്റിന് വേണ്ടിയിട്ടാണ് ആർ എന്ന് യൂസ് ചെയ്യുന്നത്. ആണ്, അല്ലെ? ഞങ്ങളാണ്, നിങ്ങളാണ് എന്നൊക്കെ പറയുമ്പം ആണെന്ന് പറയുമ്പം യു ആർ, വി ആർ, ദേ ആർ, മീര ആൻഡ് ജാസ്മിൻ ആർ. ഇങ്ങനെ ഒന്നിൽ കൂടുതൽ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആറ് യൂസ് ചെയ്യുന്നത്. ആണ് എന്ന് പറയുമ്പോൾ അപ്പൊ ആർ എപ്പോഴും യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? പ്ലൂറൽ സബ്ജക്റ്റുകളായ യു, വി, ദേ, അതുപോലെ ഒന്നിൽ കൂടുതൽ നെയിമുകൾ വരും. രണ്ടാമത് നമ്മൾ വാസ് യൂസ് ചെയ്തല്ലോ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ. അപ്പൊ ഈ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ എപ്പോഴും യൂസ് ചെയ്യുന്നത് വേർ എന്നാണ്. അപ്പൊ യു വേർ, യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെന്നും നീയോ എന്ന് പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും, അല്ലെ? പക്ഷെ നമ്മൾ ഫസ്റ്റില് പറഞ്ഞ ഐ ഒരു പ്ലൂറൽ ആണെങ്കിലും ഐ വേർ എന്ന് പറയാറില്ല, ഐ വാസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് അതൊരു സെപ്പറേറ്റ് സബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ യു വേർ നിങ്ങളായിരുന്നു, വി വേർ ഞങ്ങളായിരുന്നു, മീര ആൻഡ് ജാസ്മിൻ വേർ മീരയും ജാസ്മിനും ആയിരുന്നു, അല്ലെ? ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇത് വരുന്ന സമയത്ത്, ഈ വേർ വരുന്ന സമയത്തും വെർബ് ing ഫോമിലായിരിക്കും. ഇനി അതൊരു നൗണിന്റെ കൂടെ ആണെങ്കിൽ ആ നൗണ് അതിന്റെ കൂടെ വരുന്നിരിക്കും. ഓക്കെ, ഇനി നമ്മൾ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ യൂസ് ചെയ്യുന്ന വേറൊരു ഓക്സിലറിയാണ് ഹാവ് എന്നുള്ളത് കേട്ടോ. ഈ ഹാവ് എന്നുള്ളത് നിങ്ങൾക്കുണ്ട്, ഞങ്ങൾക്കുണ്ട്, നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ഉണ്ടെന്ന് പറയാനും നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടുമാണ് ഹാവ് വരുന്ന സമയത്ത് വെർബ് V3 ഫോമിലായിരിക്കും. നിങ്ങൾക്കുണ്ട് എന്ന് പറയാൻ, നിങ്ങൾ ഹാറ്റ് ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ വി ഹാവ് എ ഫ്ലാറ്റ്, വി ഹാവ് എ ഫ്ലാറ്റ് എന്ന് പറയും. അങ്ങനെ പറയാം. ഇനി ഞങ്ങൾ പോയിട്ടുണ്ട്, വി ഹാവ് ഗോൺ, അല്ലെ? V3 ആയിട്ട് വരും. അപ്പൊ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് ഹാവ് എന്ന് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ യൂസ് ചെയ്യുന്ന ഒരു ഓക്സിലറി എന്ന് പറയുന്നത് ഡു ആണ്. ഫസ്റ്റിൽ നമ്മൾ ഐയുടെ കൂടെ യൂസ് ചെയ്ത ഡു ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പൊതുവായിട്ട് നമ്മൾ ഡൂവും ഡസും യൂസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്തും നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കുന്ന സമയത്തുമാണ്. അപ്പോൾ ഡൂമാണ് നമ്മൾ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ. നമ്മൾ ഏതൊക്കെ സബ്ജക്റ്റിന്റെ കൂടെ ഏതൊക്കെ ഓക്സിലറി യൂസ് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി പൊതുവായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിലറീസ് ആണ് ഡിഡ്, ഹാഡ്, അതുപോലെ ഫ്യൂച്ചറിന്റെ കൂടെ യൂസ് ചെയ്യുന്ന വില്ല്, അതുപോലെ ക്യാൻ, കുഡ്, വുഡ്, ഇങ്ങനെയുള്ള ഓക്സിലറീസ് ഒക്കെ നമ്മൾ എല്ലാ സബ്ജക്റ്റിന്റെ കൂടെയും ഒരുപോലെ യൂസ് ചെയ്യുന്നതാണ്. അതായത് പാസ്റ്റിൽ ഡിഡ് യൂസ് ചെയ്യുന്നത് അവിടെ സിംഗുലർ പ്ലൂറൽ എന്ന് നോക്കിയിട്ടല്ല, എല്ലാ സബ്ജക്റ്റിന്റെ കൂടെയും യൂസ് ചെയ്യും. ഹാഡും അതുപോലെ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മൾ വില്ലും ക്യാന്, കുഡ് ഇവയൊക്കെ യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈസ്, ആറ്, ആം, ഹാവ്, ഹാസ്, അതുപോലെ വാസ്, വേർ, ഈ സംഭവമാണ് നമ്മൾ ഓരോരോ വ്യത്യസ്തങ്ങളായ സബ്ജക്റ്റിന്റെ കൂടെ യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ വെർബിന് പല മാറ്റങ്ങളും വരുന്നത്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ
ഒട്ടും ഇംഗ്ലീഷ് അറിയാത്ത ആളുകൾക്കും ഇതുപോലെ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതി ഇതാണ് കേട്ടോ. അപ്പൊ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് സിമ്പിൾ ആയിട്ട് ഇംഗ്ലീഷ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന സെന്റൻസുകളൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ കേട്ടോ, ബെല്ലൈക്കണും ഓൾ ഓപ്ഷനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പൊ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.